ഇതാണ് ചരിത്രപ്രസിദ്ധമായ മുട്ടട ഹോളി ക്രോസ് ദേവാലയം. ഇതിന്റെ തെക്കുഭാഗത്തെ പള്ളിമേടയുടെ മുൻവശത്തായി അങ്ങ് പപ്പുവാൻഗുനിയയിലെ ഗോത്രവർഗക്കാരോട് സാമ്യം തോന്നുന്ന രീതിയിൽ വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ നിൽപ്പുണ്ട്. കാഴ്ചയിൽ കുബേർ കുഞ്ചിയോട് സാമ്യം തോന്നുന്ന ഈ മനുഷ്യൻ ഈ ഇടവകയുടെ വികാരി അച്ഛനാണത്രേ. തികഞ്ഞ ഒരു കായിക അധ്വാനി ആണെന്നുള്ളത് അദ്ദേഹത്തിന്റെ ഇഡ്ഡലി കുട്ടുവം പോലുള്ള ഈ വയറ് കാണുമ്പോൾ മനസ്സിലാകും. വർഷങ്ങൾക്ക് മുന്നേ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് എൻ്റെ ചാനൽ ഇടുന്ന ആദ്യത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇടവകയിലെ വികാരിയെയും ഇടവകയിലെ കുറേ പേരെ കൂടെ ട്രോളിക്കൊണ്ട് സഞ്ചാരത്തിൻ്റെ രീതിയിൽ കോമഡി ആയിട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾ ചോദിക്കും, ഒരു വൈദികനെയൊക്കെ കളിയാക്കിക്കൊണ്ടാണ് അവിടെ വീഡിയോ ചെയ്യാനെന്ന്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. എന്നെക്കാട്ടി മുട്ട വൈവാണ് അച്ഛന്മാര്. വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ന് 2025 എത്തി നിൽക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന തമാശ വീഡിയോ കണ്ട് നിങ്ങൾ സന്തോഷിക്കുകയും എനിക്ക് വേണ്ട സപ്പോർട്ട് തരികയും അതിലുപരി എന്നെ തിരിച്ചറിയുകയും ചെയ്യുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ഒരു വ്യക്തിയോടാണ്. അത് മറ്റാരുമല്ല, എൻ്റെ സ്വന്തം ദേവസ്യ അച്ഛനാണ്. ദേവസ്യ മംഗലം എന്നാണ് അച്ഛൻ്റെ മുഴുവൻ പേര്. അച്ഛനെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോയിൽ ആദ്യം കണ്ടത്. അച്ഛനാണ് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഉള്ളിലുള്ള ഒരു കലാകാരനെ തിരിച്ചറിഞ്ഞ് എനിക്ക് വേണ്ട സപ്പോർട്ടുകളൊക്കെ തന്നത്. അല്ലാതെ വീട്ടുകാർ പ്രത്യേകിച്ച് സപ്പോർട്ടൊന്നും തന്നില്ല. അന്ന് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ അലക്സിനെ ഉരുവാക്കിയെടുത്തതിൽ പ്രധാന ശില്പി ദേവസ്യച്ചനാണ്. അത് പറയാൻ എനിക്കൊരു മടിയില്ല. അതിൽ ദേവസ്യച്ചനോട് ഞാൻ മരണം വരെ കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണ്. അച്ഛൻ്റെ പിറന്നാളിന് എൻ്റെയും നയൻതാരയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക 1000 ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ദേവസ്യച്ച.